ഗൈസ്, ഞാൻ ഇന്നലെ പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മുടെ വീട്ടിലെ പ്രധാനപ്പെട്ട അംഗമായ ചിന്നുകുട്ടി. ചിന്നുകുട്ടി ഒരേ കളി തന്നെ. ഞാൻ അങ്ങോട്ട് പോയി അങ്ങോട്ട്, ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട്, എൻ്റെ പുറകെ തന്നെ. ശല്യപ്പെടുത്തൽ അതിന് ഞാനും ശല്യപ്പെടുത്താറുണ്ട്, അത് വേറെ കാര്യം. നോക്കിയപ്പോൾ സന്ധ്യ. അപ്പോൾ ചായ കുടിക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ അകത്ത് ഭയങ്കര ചൂട്. പുറത്തുനിന്ന് കഴിക്കാമെന്ന് വിചാരിച്ച ചിന്നുവിന് പഴംപൊരി എല്ലാം കൊടുത്ത് പെണ്ണിൻ്റെ വയറെല്ലാം നിറക്കാനുള്ള പരിപാടിയാണ്. അമ്മയുടെ തലേൻ്റെ പൊക്കത്ത് നിന്നാന്ന് പഴംപൊരി തിന്നുന്നതല്ല. പിന്നെ ചായ കുടിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ചായ എന്ന് പറഞ്ഞാൽ ചിന്നുവിൻ്റെ വീക്ക്നെസ്സാണ്. പഞ്ചാര മസ്റ്റാണ്, അത് വേറെ കാര്യം. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കൈ മടുത്തിന്, നീ തന്നെ കുടിച്ചോളാൻ പറഞ്ഞു. പിന്നെ ആണ്ട് പെണ്ണ് ആ വലിയ ഗ്ലാസ്സിൽ ഇത്തിരി ഇല്ലാത്ത ചുണ്ടും വെച്ച് ചായ കുടിക്കാനുള്ള കഷ്ടപ്പാടിലാണ്. എത്തുന്നില്ലാണ്. ഞാൻ സഹതാപം നിന്ന് ഞാൻ പറഞ്ഞു, ഞാൻ പിടിച്ച് തരാം, ഇങ്ങനെ കഷ്ടപ്പെടേണ്ട. പിന്നെ പെണ്ണ് അതെല്ലാം കുടിച്ച് തീർത്ത്. ചായ എല്ലാം കുടിച്ച് പെണ്ണിൻ്റെ വയറെല്ലാം നിറഞ്ഞിട്ടുണ്ട്. പിന്നെ ആ പഴം അങ്ങനെ ഇട്ടേക്ക് ഇതുവരെ തിന്നില്ല. ഞാൻ പറഞ്ഞ് ലാസ്റ്റ് അതുകൊണ്ട് ഓടിയിട്ടുണ്ട്. അതെല്ലാം തിന്ന് എവിടെയെല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ചായ എടുക്കുമ്പോൾ ഒടുക്കത്ത് ചെല്ല അവൾക്കും വേണം അത്ര. പിന്നെ ഞാനത് അവിടെ ഒഴിച്ച് കൊടുത്ത വലിയ വൃത്തിക്കാരെ എങ്ങനെയൊന്നും കുടിക്കൂല. പിന്നെ നമ്മളങ്ങ് പുള്ളിക്കാരി ആക്രാന്തം കൊണ്ട് പുള്ളിക്കാരി അങ്ങ് കുടിച്ച് തീർത്ത്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വയറെല്ലാം നിറഞ്ഞ് എക്സസൈസ് ചെയ്യലാന്ന് തോന്നുന്നു. ഒരേ നടപ്പ് തന്നെ നടപ്പ്. പിന്നെ ഞാൻ ഈ വർത്താനം പറഞ്ഞ് നടക്കുന്നത് എന്താണെന്നറിയാൻ വേണ്ടി എന്നെ നോക്കിക്കൊണ്ട് കുറേ നേരം ഇരിപ്പാണ്.